ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. നിലച്ചുകിടക്കുന്ന മൂവാറ്റുപുഴ നഗരവികസനം ഉടൻ പൂർത്തിയാക്കണമെന്ന് മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നഗരസഭാ ചെയർമാൻ PP എൽദോസ് അവതരിപ്പിച്ച പ്രമേയം കൗൺസിൽ ഏകകണ്ഠമായാണ് അംഗീകരിച്ചത്. നിലച്ചുകിടക്കുന്ന മൂവാറ്റുപുഴ നഗരവികസനം ഉടൻ പൂർത്തിയാക്കണമെന്ന് മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നഗരസഭാ ചെയർമാൻ PP എൽദോസ് അവതരിപ്പിച്ച പ്രമേയം കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചു. കേരള റോഡ് ഫണ്ട് ബോർഡ് മേൽനോട്ടത്തിൽ നഗരവികസനത്തിനായി കിഫ്ബിയിൽ നിന്നും 32,14,00,000 രൂപ അനുവദിച്ചിരുന്നു. വെള്ളൂർക്കുന്നം ജംഗ്ഷൻ മുതൽ PO ജംഗ്ഷൻ വരെ 4-വരിപ്പാതയായി മാറ്റുന്ന നഗരവികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം 2023 ഏപ്രിൽ 10 പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചതാണ്. 1.25 വർഷം പിന്നിട്ടിട്ടും വികസന പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. മഴക്കാലം കൂടിയെത്തിയതോടെ നഗരവാസികളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥാനാസ്ഥ അവസാനിപ്പിക്കണമെന്നും സമയബന്ധിതമായി നഗരവികസനം പൂർത്തിയാക്കണമെന്നും പ്രമേയത്തിലുണ്ട്. പദ്ധതിയുടെ ഭാഗമായി ഓടകളുടെ നിർമ്മാണം മാത്രമാണ് നടത്തിയത്. അതും പൂർണ്ണമായിട്ടില്ല. ഇലക്ട്രിക് പോസ്റ്റുകളും ജലവിതരണ കുഴലുകളും മാറ്റി സ്ഥാപിക്കുന്നതിന് നടപടിയുണ്ടായില്ല. നഷ്ടപരിഹാരം നൽകി ഏറ്റെടുത്ത ഭൂമി പൂർണ്ണമായും വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ചയാണ് വരുത്തിയത്. നഗരവികസനത്തിന് പദ്ധതി ആവിഷ്കരിച്ചതോടെ നഗരഭാഗത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണികളും നടത്താത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.